ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിറ്റേന്നു തന്നെ സച്ചി അഡ്വക്കേറ്റിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി സുധിയെ ഇറക്കിക്കൊണ്ടുവരുന്നുണ്ട്. അവർ പുറത്തിറങ്ങുമ്പോഴേക്കും ഒരു ഓട്ടോയിൽ ചന്ദ്ര വന്നിറങ്ങുന്നു. ചന്ദ്രയെ കണ്ട സുധി, സച്ചി ദേ അമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്ര വന്ന് സുധിയെ പൊതിരെ തല്ലുന്നു. നീ എന്നെ പറ്റിച്ചില്ലേ? നിന്റെ കൂടെ എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് ഞാൻ നിന്നെ എന്തൊക്കെ ചെയ്തു? ഇനി എന്നെ അമ്മ എന്ന് വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തല്ലുന്ന ചന്ദ്രയോട്, അമ്മേ മതി നിർത്ത്, എന്താ ഈ കാണിക്കുന്നത്? ഇത് വീടല്ല, ബാ നമുക്ക് പോകാം എന്ന് പറയുന്ന സച്ചി. നീ വണ്ടിയെടുക്ക, നമുക്ക് വീട്ടിലേക്കല്ല ആദ്യം പോകേണ്ടത്, അതിനു മുമ്പ് ഒരു ചടങ്ങുണ്ട്. മുക്കുപണ്ടം തന്ന അവളെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ചന്ദ്രയും അവരും കൂടി മീരയുടെ വീട്ടിലെത്തുന്നു. ചന്ദ്രമതിയെയും സുധിയെയും ഒക്കെ കണ്ട ശ്രുതിക്ക് സന്തോഷമായി. തന്റെ പ്ലാനിൽ ആന്റി മൂക്കും കുത്തി വീണു. ഇപ്പൊ തന്നെ എന്നെ ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ കൊണ്ട് എഴുന്നള്ളിച്ചു കൊണ്ടുപോകും എന്നൊക്കെ ഓർത്ത് ഓടി വന്ന ശ്രുതിയോട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ വന്നതേ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനല്ല. അത് നീ ജന്മം സംഭവിക്കില്ല. നീ കൊടുത്തുവിട്ട വിലയേറിയ സമ്മാനത്തിന് പകരം ഞാനൊരു സമ്മാനം തരണമല്ലോ, അതിനു വേണ്ടി വന്നതാ. അവന്റെ പുറകെ വരാതെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ വേറെ വല്ല വഴിയും നോക്കും എന്ന് പറഞ്ഞ് ചുട്ട ഒരടി കരണത്ത് കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി. ശ്രുതിക്ക് എന്നിട്ടും മനസ്സിലായില്ല എന്തിനാ ആന്റി വന്ന് തല്ലിയത് എന്ന്. വീട്ടിൽ തിരിച്ചെത്തിയ ചന്ദ്രയും മക്കളെയും കണ്ട് രവിയേട്ടൻ ചൂടായി. നീ എന്തിനാടാ തലയും കുഞ്ചു നിൽക്കുന്നത്? ഇതൊക്കെ നിനക്ക് ശീലമല്ലേ? ഞങ്ങളെല്ലാം തലയും കുഞ്ചു നിൽക്കേണ്ടത് നാട്ടുകാരുടെ മുന്നില്. നീ എങ്ങനെയാടാ നടക്കുക എന്ന് ചോദിച്ച് സുധിയെ പിടിച്ച് തല്ലാൻ പോകുമ്പോൾ എല്ലാവരും തടയുന്നു. ഇതൊക്കെ കണ്ട് ചന്ദ്ര തുടർന്നു, എന്നെ പറ്റിച്ച ആ കള്ളിക്ക് വീട്ടിൽ പോയി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രവിയേട്ടൻ പറയുന്നത്, അവളും നിന്റെ മകനും തമ്മിൽ എന്താ വ്യത്യാസം ചന്ദ്രേ? രണ്ടും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെ തന്നെയാ എന്ന് പറയുമ്പോൾ സുധി ദയനീയമായി രവിയേട്ടനെ നോക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സുധിയെക്കാളും ഉഷാറ് നമ്മുടെ ചന്ദ്ര തന്നെയാണ്. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.